ഒരു ഗുരുവായൂർ യാത്രക്കിടയിൽ ട്രെയിനിൽ വെച്ച് ഒരു സഹോദരി എഴുതി അയച്ചു തന്ന ഒരു അനുഭവമാണ്. ഈ രാവിലെ നിങ്ങളിലേക്ക് ഞാൻ അത് എത്തിക്കുകയാണ്. എല്ലാവരും ഭക്തിയോടെ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുക. അപ്പം കൂടുതൽ സുഖകരമായിട്ട് നിങ്ങൾക്ക് ഈ കൃഷ്ണാനുഭവം അനുഭവപ്പെടും. ഹരേ കൃഷ്ണ. കണ്ണൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുരുവായൂർ ഏകാദശിക്ക് കണ്ണനുള്ള കാണാനുള്ള യാത്രയിലാണ്. അപ്പോൾ തോന്നി കണ്ണൻ തന്നിട്ടുള്ള അനുഭവം പറയണമെന്ന്. എഴുതി തുടങ്ങുമ്പോഴും എന്തു പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. 2011 എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ ചോറൂണിനാണ് ഞാൻ ആദ്യമായിട്ട് കണ്ണനെ കാണാൻ പോകുന്നത്. അന്ന് ഞങ്ങളുടെ ഉണ്ണിമോള് കുഞ്ഞാണ് കേട്ടോ. LKG പഠിക്കുന്നു. അവൾ എന്നും സ്കൂൾ ബസ്സിൽ കയറാൻ നിൽക്കുമ്പോൾ എന്നോട് പറയും, അമ്മേ എനിക്ക് മാത്രം ടാറ്റ തരാൻ ഒരു വാവില്ലാന്ന്. ചോറൂണിന് മോളെയും കൂട്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ കണ്ണൻ്റെ മഞ്ചാടി വാരി കളിക്കുന്ന കൂട്ടത്തിൽ അവൾ പറഞ്ഞു, കണ്ണാ, കണ്ണനെ പോലെ ഒരു കണ്ണനെ എനിക്ക് തരണേ കണ്ണാ എന്ന്. അങ്ങനെ അടുത്ത വർഷം മോൾക്കൊരു അനിയനുണ്ടായിട്ടോ. കണ്ണൻ എന്ന് പേരിട്ടു. മോൻ്റെ ചോറൂണ് കണ്ണൻ്റെ അടുത്തായിരുന്നു. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, കണ്ണാ, എൻ്റെ കണ്ണൻ മോൻ ഓടി നടക്കുന്ന സമയം ഞങ്ങൾ കണ്ണനെ കാണാൻ വരാമെന്ന്. പക്ഷേ അതെ, അദ്ദേഹം കൂടി തീരുമാനിക്കണമല്ലോ. അങ്ങനെ വർഷങ്ങൾ പോയി. കണ്ണൻ ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചില്ല. ഓരോ ആളുകൾ ഗുരുവായൂർ പോവുകയാണെന്ന് പറയുമ്പോൾ എന്തോ മനസ്സിലൊരു വല്ലാത്ത സങ്കടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളും പോകാൻ തീരുമാനിച്ചു. റിസർവേഷൻ എടുത്തു. നോക്കിയപ്പോൾ കണ്ണൻ്റെ മോൻ്റെ 10ാമത്തെ ബർത്ത്ഡേയും ജന്മനാളും ഒരേ ദിവസമായിരുന്നു. ഞങ്ങൾ രാവിലെ തൊഴാൻ കയറിട്ടോ. കണ്ണനെ നന്നായി കാണാതെ ആയപ്പോൾ സങ്കടം വന്നു. പിന്നീട് വൈകുന്നേരവും പോയി. നടയുടെ അടുത്ത് ചെന്ന് കണ്ണനെ എത്തി നോക്കുകയും ദീപാരാധനയ്ക്ക് നട അടച്ചു. അങ്ങനെ അത്രയും സമയം നട തുറക്കുന്നത് വരെ ഭഗവാന്റെ തൊട്ടടുത്ത് നിന്നുട്ടോ. ദീപാരാധന കാണാൻ ഭഗവാൻ അനുവാദം നൽകി. രാവിലത്തെ സങ്കടം മാറ്റിത്തന്നു. അങ്ങനെ കാത്തുകാത്തിരുന്ന കണ്ണനെ കാണൽ അന്ന് തൊട്ട് ഈ ഒരു യാത്ര വരെ എല്ലാ മാസവും മുടങ്ങാതെയും. അധികം ദൂരം തനിച്ചു പോകാൻ മടിക്കുന്ന എന്നെ ഇടയ്ക്കൊക്കെ കണ്ണൻ ഒറ്റയ്ക്കും വിളിക്കുന്നുണ്ട് കേട്ടോ. കണ്ണനെ കാണാൻ പോകുമ്പോൾ മഞ്ച് നടയിൽ വെക്കുന്ന ഒരു ശീലമുണ്ട്. ഒരു തവണ പോയപ്പോൾ ദർശനത്തിലുള്ള ക്യൂ ക്ലോസ് ചെയ്യാൻ പോകുന്നു. ഇന്ന് മഞ്ച് വാങ്ങാൻ സമയമില്ല, വേഗം വാ എന്ന് മോളോട് പറഞ്ഞു കേട്ടോ. ഞങ്ങൾ നടന്നു തുടങ്ങിയപ്പോൾ ഒരു 3-4 വയസ്സ് പ്രായമുള്ള ഒരു മോൻ പുറകെ വന്ന് ഒരു മഞ്ച് വെച്ച് എന്നെ അടിച്ചിട്ട് ആ മഞ്ച് ഉയർത്തി കാണിച്ചു. അപ്പോൾ ഉണ്ണി മോള് പറഞ്ഞു, ആ കുഞ്ഞു വാവ അമ്മയെ അങ്ങനെ അടിക്കണമെങ്കിൽ അത് കണ്ണന് മഞ്ച് വേണ്ടിയിട്ട് തന്നെയാണെന്ന്. അങ്ങനെ കുസൃതി കണ്ണൻ ഞങ്ങളെ മഞ്ച് വാങ്ങാൻ ഓടിച്ചു കേട്ടോ. സാർ, ട്രെയിനിൽ ഇരുന്നുള്ള എഴുത്താണ്, തെറ്റുകൾ ഉണ്ടാവുമോ എന്നറിയില്ല. സാറിൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ കൊതിക്കുന്ന, കണ്ണനെ സ്നേഹിക്കുന്ന ഒരു ബിന്ദു ചേച്ചിയുടെ നിർബന്ധം കൂടിയുണ്ട് കേട്ടോ എൻ്റെ ഈ എഴുത്തിന് പിറകിൽ. എന്താ കഥ. അങ്ങനെ അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. രാവിലെ തന്നെ ബിന്ദു ചേച്ചിക്ക് നന്ദി, ഈ അനുഭവം അയച്ച സഹോദരിക്ക് നന്ദി. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ കൃഷ്ണവിഗ്രഹങ്ങൾ ഞങ്ങൾ കഴിയുന്ന ദിവസമൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.